ഇറച്ചിയൊന്നുമില്ലെങ്കിൽ തന്നെയും ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ നല്ലൊരു കിഴങ്ങ് കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ കിഴങ്ങ് കറി ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് ഇച്ചിരി വലിയ സൈസാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 3/4 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തീരെ അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വെള്ളം നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി. അതിനുശേഷം നമുക്കിതൊന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. വെള്ളം സെപ്പറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കുന്നതിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഗരം മസാലയും പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കറിക്ക് ടേസ്റ്റിനായിട്ട് 1/2 സ്പൂൺ മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. മസാല കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നതായ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഒരു കടായി ചൂടാക്കാം. ചൂടായ കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് കോരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അതേ കടായിൽ തന്നെ വീണ്ടും അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് 2-3 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. സവാള നല്ലതുപോലെ ഫ്രൈ ആയി കളറെല്ലാം ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ ഒരു തക്കാളി അരിഞ്ഞതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിന് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാവുന്നതാണ്. തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടുന്നതിനായിട്ട് നമുക്ക് അല്പസമയം ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതായ പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റോളം സമയം നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്നതായ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മുടെ മസാലയായിട്ട് നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കറി നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടുന്നതിനായിട്ട് ഈ സ്പൂൺ വെച്ച് ഞാൻ ചെറുതായിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ വീണ്ടും ഇളക്കി യോജിപ്പിച്ചു നല്ല രീതിയിൽ കുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് അല്പം ഉപ്പിൻ്റെ ആവശ്യമുണ്ട്, ഉപ്പ് കുറഞ്ഞതുപോലെ. അപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കും അതേപോലെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയോ അല്ലെങ്കിൽ കസൂരി മെത്തിയോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കസൂരി മെത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ വളരെ നല്ല സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറച്ചിയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ്. നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായിട്ടൊരു കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.